പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തുരൂപനായ ഈ അൾത്താരയിൽ നമ്മുടെ ഒപ്പമായിരിക്കുന്ന നല്ല തമ്പുരാനെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. കരുണയുടെ ഈ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കാരുണ്യം ലോകമെമ്പാടുമുള്ള സകലരിലേക്കും ചൊരിയുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ, നിൻ്റെ കരുണക്കടലിൽ ലോകത്തെയും ലോകത്തിലെ സകല വസ്തുക്കളെയും സകല ജനപദങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ ജീവനും നമ്മുടെ സർവസ്വവും പൂർണ്ണമായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കരുണയുടെ ജപമാലയുടെ സമയം. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യം, കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ ഓരോരുത്തരും അഭയം പ്രാപിക്കുക. കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ ധാരാളമായി വർഷിക്കപ്പെടും. ആ ഒരു വലിയ ബോധ്യത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനും, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം ത്യാഗമെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തം ജീവൻ പോലും ബലി കഴിച്ച് മനുഷ്യവംശത്തിൻ്റെ മേൽ ചൊരിഞ്ഞ് ആ കരുണ സംലഭ്യമാക്കുവാനായിട്ട് വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാം. നമ്മളെ ദൈവത്തിൻ്റെ കരുണയിൽ ചേർത്ത് പിടിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് ചിന്തിക്കുക. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 45 മുതലുള്ള തിരുവചന ഭാഗത്ത് ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. ഈശോ കൂടെ ദേവാലയത്തിൽ പോവുമെങ്കിലും ഈ ഒരു സംഭവം സമാന്തര സുവിശേഷങ്ങളിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലുമൊക്കെ പ്രത്യേകമായി എടുത്തു പറയുന്നൊരു കാര്യമാണ്. ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നു. ജെറുസലേം ദേവാലയം ലോകത്തിൻ്റെ സെൻറ്ററായിട്ടൊക്കെ അവർ കണക്കാക്കിയിരുന്നു. അവിടെ പല രീതിയിലുള്ള കച്ചവടമൊക്കെ അവിടെ നടന്നിരുന്നു. കാരണം നാണയമാറ്റക്കാരും പ്രാവിനെ വിൽക്കുന്നവരും അതുപോലെ ദഹനബലിക്കുള്ള മൃഗങ്ങളെയൊക്കെ വിൽക്കുന്ന ഒരു കച്ചവട സ്ഥലം പോലെ അതായിത്തീർന്നു. അപ്പോൾ ഈശോ ദേവാലയത്തെ ശുദ്ധീകരിക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യം ഇതാണ്: എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. പ്രാർത്ഥനാലയമായി തീരേണ്ട ആ ആലയത്തെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റ് സമാന്തര സുവിശേഷങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് അത് തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് ഈശോ അത് പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചത്. ജെറുസലേം ദേവാലയമുണ്ട്, അതിൻ്റെ കുറച്ചും കൂടെ ഒരു ഉയർന്ന ഭാഷയിലത് സ്വന്തം ശരീരത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി തീരേണ്ട നമ്മുടെ ശരീരവും മനസ്സുമെല്ലാം കവർച്ചക്കാരുടെ ഗുഹയായിട്ട് മാറുമ്പോൾ ദൈവം തരുന്ന ആ ഒരു വലിയ കരുണ, ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ കരുണ, അത് അനുഭവിക്കുവാനായിട്ട് പലപ്പോഴും അത് തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം
2-ാം അധ്യായം 15-ാമത്തെ തിരുവചനം പറയുന്നു, അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. പൗലോസ്ലീഹ വളരെ വ്യക്തമായ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടിലുമുള്ള സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് അത് നല്ല ചിന്തകളാണോ, ചിന്തയായിട്ടുള്ള കാര്യങ്ങളാണോ, നമ്മളെ ആത്മീയതയിലേക്ക് നയിക്കുന്നതാണോ, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണോ എന്നുള്ള ഒരു വലിയ ബോധ്യമൊക്കെ നഷ്ടപ്പെട്ട് ആളുകൾ എന്ത് പറയും, ആളുകൾ എങ്ങനെ ചിന്തിക്കും എന്നുള്ള ചിന്തയോടുകൂടെ അതിന് ആ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരായിട്ടൊക്കെ പലപ്പോഴും നമ്മൾ മാറിപ്പോകാറുണ്ട്. നമ്മൾ സുവിശേഷത്തിൽ വീണ്ടും കാണുന്ന ഈശോയുടെ കുരിശ് യാത്ര മുന്നോട്ട് പോകുമ്പോൾ വെറോനിക്ക എന്നൊരു സ്ത്രീ ഈശോയുടെ വേദനകളും സങ്കടങ്ങളും പീഡാനുഭവവും ഒക്കെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് ഈശോയെ സഹായിക്കുവാനും ഈശോയുടെ ശരീരത്തിലൂടെ ധാരധാരയായി ഒഴുകുന്ന രക്തക്കണങ്ങൾ ഒപ്പിയെടുക്കുവാനായിട്ടൊക്കെയുള്ള ഒരു ആഗ്രഹം അവളുടെ മനസ്സിൽ കാണുകയാണ്. പക്ഷേ അവൾക്ക് ആ സമയത്ത് ലഭിക്കുന്ന ഒരു പ്രത്യേക ധൈര്യം, ആത്മാവിനാൽ പ്രചോദിതയായി അവൾ പറയുന്ന കാര്യം ഇതാണ്: ഞാനെങ്ങും ശ്രദ്ധിക്കുന്നില്ല, ചുറ്റും നോക്കുന്നില്ല. ആരാണ് എന്നെ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് എന്നെക്കുറിച്ച് അതും ഇത് പറയുന്നതൊന്നുമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ കർത്താവിൻ്റെ ആ ഒരു തിരുമുഖം തുടച്ച് ഒപ്പിയെടുത്ത് ഈശോയെ ആശ്വസിപ്പിക്കുവാനായി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആത്മീയ ജീവിതത്തിലേക്കുള്ള നമ്മുടെ ഒരു യാത്ര തന്നെയാണ്. പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കാറുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ അവർ പറയും, അതാണ് ഇതാണ് എങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നമ്മൾ ക്രമീകരിക്കുക. പ്രാർത്ഥനയുടെ കാര്യത്തിലായിക്കോട്ടെ, ദൈവത്തോടടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, പലപ്പോഴും പൈശാചിക ചിന്തകളും ദുഷ്ടചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ വെറോനിക്കയെ പോലെ ധീരതയോടെ ധൈര്യം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഈശോയുടെ അടുക്കലേക്ക് അടുക്കുവാനും ഈശോയെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വലിയ അത്ഭുതം കാണുവാനിടയാകും. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യം ഈശോയെ ആശ്വസിപ്പിക്കണമെന്ന് മാത്രമായിരുന്നു വെറോനിക്കായുടെ ആ ഒരു വലിയ ആഗ്രഹം. പക്ഷേ ഈശോയുടെ ആ ഒരു വലിയ തിരുമുഖം അവൾ തുടച്ച തുവാലയിൽ അത്ഭുതകരമായി അവൾക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ആത്മീയ ജീവിതത്തിൽ നമ്മുടെ തടസ്സങ്ങളെയും നമ്മുടെ നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഈശോയോട് അടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ഓരോ അത്ഭുത പ്രവൃത്തികളെയും കാരുണ്യത്തെയും നമുക്ക് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാനും അതോർത്ത് സന്തോഷിക്കുവാനൊക്കെ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആരാധനയുടെ സമയം നമ്മളും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ മുമ്പിലേക്ക് കറതീർന്നവരായി, കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ആത്മീയ യാത്രയിലും കറതീർന്നവരായി തീർന്ന് നിർദോഷരും നിഷ്കളങ്കരുമായി നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നടുവിലും ലോകത്തിൻ്റെ പ്രകാശമായി വെളിച്ചമായി പ്രകാശിക്കാൻ നമുക്ക് ഓരോരുത്തരും കൃപ ലഭിക്കട്ടെ. അവിടെ ദൈവത്തിൻ്റെ കാരുണ്യം ലഭിച്ചവരാണെന്ന തിരിച്ചറിവോടുകൂടെ ദൈവത്തിൻ്റെ കാരുണ്യം പ്രഘോഷിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രത്യേകം ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുക്കുമ്പോൾ വീണ്ടും പൂർണ്ണമായും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും വെറോനിക്കായെ പോലെ ധീരതയോടെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ കമൻസുകൾക്കുമൊക്കെ പുറകെ പോകാതെ ധീരതയോടെ കർത്താവിനെ ലക്ഷ്യം വെച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ആലയത്തെ അശുദ്ധമാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയുടെ കീഴിൽ നമ്മുടെ എല്ലാ ഭാവ സാഹചര്യങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും പൂർണ്ണമായി സമർപ്പിക്കാം.
നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളെയും നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തെയും ഭാവി ജീവിതത്തെയും എല്ലാം ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.